SRSൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന SSC CGL അല്ലെങ്കിൽ SSC എക്സാംസിൻ്റെ പാറ്റേൺ ആയിരിക്കും, എസ്പെഷ്യലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതുവരെ ചോദിച്ചേക്കുന്ന എക്സാംസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ സെക്ഷനിൽ നിന്നും വരാം എന്നുള്ളൊരു ആവറേജ് കൺക്ലൂഷൻ വെച്ചിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇംഗ്ലീഷിൻ്റെ ആയിരിക്കും. അതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യം പാറ്റേൺ മനസ്സിലാക്കി വെക്കണം. ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കണക്ക്. പ്രിലിംസ് എക്സാമും കാണും, മെയിൻസ് എക്സാമും കാണും. ഇത് പ്രിലിംസിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ പ്രിലിംസിന് മാത്സ് കാണും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയും. പിന്നെ ജനറൽ അവെയർനെസ് അല്ലെങ്കിൽ GK, കറണ്ട് അഫയേഴ്സും GK ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷാണുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും 25 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ശരിയാവുകയാണെങ്കിൽ 2 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോവുകയാണെങ്കിൽ, അതായത് കറക്റ്റിന് +2, ഇൻകറക്റ്റിന് 0.5, അര മാർക്ക് വെച്ച് പിടിക്കുകയും ചെയ്യും. അപ്പം മാക്സിമം മാർക്ക് എത്ര ആയിരിക്കും? മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ SSC CGL ഓരോ പോസ്റ്റിനനുസരിച്ച് വരും. പക്ഷേ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും അതല്ലാതെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ ഇത് ഒഴികെ ഉള്ള ബാക്കി ജനറൽ പോസ്റ്റിനൊക്കെ ഏകദേശം 150 ആയിരുന്നു കട്ട് ഓഫ്. 200-ൽ 150 എന്ന് പറയുന്നത് ഭയങ്കര, എസ്പെഷ്യലി കഴിഞ്ഞ എക്സാംസിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് കൂടിയ കട്ട് ഓഫാണ്. നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കേസാണ്. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറിലായിരിക്കും. നിങ്ങളുടെ മാർക്ക് ഫൈനൽ മെറിറ്റിന് എടുക്കുന്നതായിരിക്കത്തില്ല. ഇത് കഴിഞ്ഞിട്ട് മെയിൻസ് വരും. അപ്പോൾ മെയിൻസിന് എങ്ങനെയാണെന്ന് നോക്കിയാൽ, മെയിൻസിന് ഇത് മെയിൻസിന് ഇത് പ്രിലിംസിന് കോമ്പോസിറ്റ് ടൈം ആയിരിക്കും. നിങ്ങൾക്ക് 60 മിനിറ്റ് കാണുമേ. 60 മിനിറ്റും കാണും. മൊത്തത്തിൽ എത്ര? 25 × 4 100 ക്വസ്റ്റ്യനും കാണും. കോമ്പോസിറ്റ് ആയിട്ട് തരും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു തുടങ്ങാം. മാത്സ് ആണോ റീസണിങ് ആണോ എന്നുള്ളത് ചെയ്തു തുടങ്ങാം. പക്ഷേ മെയിൻസ് വരാൻ നേരം കണ്ടോ, മെയിൻസ് വരാൻ നേരം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 390 ആണ് മെയിൻസിന്. മെയിൻസിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 390 ആണ്. മാത്രമല്ല ഇങ്ങോട്ട് എഴുതാണ്, ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മെയിൻസിന് 3 മാർക്ക് കിട്ടും. 3 മാർക്കും. അതല്ലാതെ തെറ്റിക്കഴിഞ്ഞാലോ റോങ് ക്വസ്റ്റ്യൻസിന് 1 മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ കോമ്പോസിറ്റ് ടൈം ആയിരിക്കത്തില്ല, സെക്ഷണൽ ടൈമിംഗ് ആയിരിക്കും. അതായത് 60 മിനിറ്റ് തരും. മെയിൻസിന് 60 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും റീസണിങ് രണ്ടിനും കൂടെ മൊത്തത്തിൽ 60 മിനിറ്റ് തരും. 60 ക്വസ്റ്റ്യനും കാണും. അപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ചിട്ട് കിട്ടും. അപ്പോൾ 60 ക്വസ്റ്റ്യൻ കാണും, ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് ജനറൽ അവെയർനെസ്സും റീസണിങ്ങും ഇതിനും എത്ര? ഇതിന് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ആണ്. ഇംഗ്ലീഷിൽ നിന്ന് 45 ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് 25 ക്വസ്റ്റ്യനും കാണും. അപ്പോൾ എത്ര? 50ഉം 20ഉം 70 ക്വസ്റ്റ്യൻ സെക്ഷൻ 2 നിന്നും അല്ലെ പേപ്പർ 2 നിന്നും. ഫസ്റ്റിൽ നിന്ന് 60 ക്വസ്റ്റ്യൻ. അപ്പോൾ മൊത്തത്തിൽ 130 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ മാക്സിമം മാർക്ക് 130 × 3 390 മാർക്കായിരിക്കും കിട്ടുന്നത്. തെറ്റിപ്പോവാണ് 1 മാർക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ മെയിൻസിന് ഇതല്ലാതെ വേറൊരു സാധനവും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അവെയർനെസ് ആയിരിക്കും. 15 മിനിറ്റ്, അതായത് ഇത് രണ്ടും കൂടെ എത്ര സമയമായി? ആദ്യത്തെ സെഷൻ കണക്കും റീസണിങ്ങും 1 മണിക്കൂർ. രണ്ടാമത്തെ സെഷൻ ജനറൽ അവെയർനെസ്സും ഇംഗ്ലീഷും 1 മണിക്കൂർ. 2 മണിക്കൂറായി. അപ്പം ടോട്ടൽ 2 മണിക്കൂറും പിന്നെ 15 മിനിറ്റും കൂടെ അഡീഷണൽ ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അവെയർനെസ് ആണ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി എന്ന് പറയും. അതും ഒരു 15 മിനിറ്റ്. ഈ പറഞ്ഞ പോലെ 3 മാർക്ക് ഒരു ക്വസ്റ്റിന് വെച്ചിട്ടും ശരിയാക്കുവാണ്. തെറ്റാണ് 1 മാർക്ക് പോകും. പക്ഷേ അത് ക്വാളിഫയിങ് നേച്ചറാണ്. നമ്മുടെ പ്രിലിംസിൻ്റെ കാര്യം പറഞ്ഞ പോലെ 390-ൽ എത്ര മാർക്കുണ്ട് നിങ്ങൾക്ക് മെയിൻസിൽ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ വരുന്നത്. പക്ഷേ 15 മിനിറ്റിലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടല്ലോ, അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ മെയിൻസിന് എത്ര മാർക്ക് വാങ്ങിച്ചാലും കാര്യമില്ല, നിങ്ങളെ അങ്ങോട്ട് എടുക്കില്ല. അപ്പം കമ്പ്യൂട്ടറിന് 15 മിനിറ്റ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്ത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടറും കൂടെ നിങ്ങൾ പഠിക്കണം, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കമ്പ്യൂട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ കണക്ക്, റീസണിങ്, ജനറൽ അവെയർനെസ്, ഇംഗ്ലീഷ്. ജനറൽ അവെയർനെസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, പിന്നെ ജനറൽ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും കൂടെ കാണും ജനറൽ അവെയർനെസ്സിലെ. അപ്പോൾ ഇങ്ങനായിരിക്കും പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം ഇംഗ്ലീഷിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒരു ക്വസ്റ്റ്യൻ കാണും. ആവറേജ് നമ്പറാണ്. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് 2 ക്വസ്റ്റ്യൻ കാണും. എറർ ഡിറ്റക്ഷൻ, അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട്
ഈ 4ആയിട്ട് മുറിച്ചിട്ട് ഒരു പാർട്ടിൽ ഏതെങ്കിലും തെറ്റ് കാണും, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് പിന്നെ സെൻറ്റൻസ് റീ അറേഞ്ച്മെൻറ്റ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സെൻറ്റൻസ് റീ അറേഞ്ച്മെൻറ്റിനെ പാരാജമ്പിൾ എന്നും കൂടെ പറയുവേ. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കിക്കേ, 1, 2, 3. ഇത് 3, 2, 2, 4, 5. ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഇഡിയംസ് ആൻഡ് ഫ്രേസസും സിനോണിംസ് എന്നൊക്കെ പറയുന്ന വൊക്കാബുലറി, നമുക്ക് എത്രമാത്രം ഇംഗ്ലീഷിൽ വേർഡ്സ് അറിയാമോ അതിനനുസരിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ഏകദേശം വൊക്കാബുലറിയിലുണ്ട്. ആ വെയിറ്റേജ് നോക്കിക്കോണം. എല്ലാവർക്കും തെറ്റിപ്പോകുന്നതും ഈ സെക്ഷൻ ആയിരിക്കും. പിന്നെ സ്പെല്ലിംഗ് കറക്ഷൻ, ക്ലോസ് ടെസ്റ്റ്, ആൻറ്റണിംസ്. ആൻറ്റണിംസ് അതായത് ഏകദേശം ഇപ്പോൾ എത്ര 7 ക്വസ്റ്റ്യനുള്ളവർ ആവറേജ് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ 4 to 5 ക്വസ്റ്റ്യനെങ്കിലും വൊക്കാബുലറിയിൽ നിന്ന് കാണും. പിന്നെ ആക്റ്റീവ് പാസീവ്, ഇത് ഗ്രാമറാണ്. സ്പെല്ലിംഗ് കറക്ഷൻ, ഇതും വൊക്കാബിൽ നിന്ന് വരുന്നതാണ്. വേർഡ് കറക്ഷൻ ഇൻ സെൻറ്റൻസ് ഗ്രാമറാണ്. സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാനായിട്ട് പറ്റും. അപ്പം വെയിറ്റേജ് ഏകദേശം ഇത്രയാണ്. ക്ലോസ് ടെസ്റ്റിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ഒരു സെറ്റായിട്ട് ചോദിക്കുന്നതായിരിക്കും. ക്ലോസ് ടെസ്റ്റ് റിമെയിൻസ് ദ ഹയസ്റ്റ് വെയിറ്റേജ്. അപ്പോൾ ഹയസ്റ്റ് വെയിറ്റേജ് ക്ലോസ് ടെസ്റ്റിനായിരിക്കും. ഇതല്ലാതെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഒരു പാസേജ് തന്നിട്ട് ഇത്ര സമയം, ഏറ്റവും കൂടുതൽ മെയിൻസിന് ഇത് കൂടുതലായിരിക്കും. ഒരു 2, 3, 4, 5 പാസേജ് വരും, പാരഗ്രാഫ് വരും. ഇത്ര സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ അത് പെട്ടെന്ന് വായിച്ച് തന്നേക്കുന്ന ആൻസേഴ്സ് എഴുതണം. അതായിരിക്കും മെയിൻസിൽ കൂടുതലും ഉണ്ടാവുക. ഒരു 10 മാർക്ക് സംതിങ് കാണും അതിന്. അപ്പോൾ ഇത് കൂടാതെ ഏതാ റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂടെ കാണും. ഇനി നോക്കിയാൽ റീസണിങ് നോക്കുകയാണ്. റീസണിങ്ങിൻ്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് കോഡിംഗ്, ഡീകോഡിങ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ, പിന്നെ ഏതാ ഓഡ് വൺ ഔട്ട്, എംബഡഡ് ഫിഗേഴ്സ്, ക്യൂബ്സ് ആൻഡ് ഡൈസ്, മിറർ വാട്ടർ ഇമേജ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, സീരീസ്, നോൺ വെർബൽ, അനാലജി, വെർബൽ. അപ്പം കോഡിംഗ്, ഡീകോഡിങ് ഏകദേശം 3 to 4, ഞാൻ ടോട്ടൽ കൗണ്ട് പറയുന്നില്ല, പക്ഷേ 3 to 4 ഞാൻ എഴുതിയ അനുഭവത്തിൽ പറയണ 3 to 4 ക്വസ്റ്റ്യൻസ് കാണും. മിനിമം 2 കാണും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ പ്രിലിംസിന് അങ്ങനെ കാണാറില്ല, വളരെ റെയറാ. മെയിൻസിന് ചിലപ്പോൾ കണ്ട 1 to 2 ക്വസ്റ്റ്യൻസ് മാക്സിമം വന്നാലായി. പിന്നെ ഓഡ് വൺ ഔട്ട് എപ്പോഴും 1 to 2 ക്വസ്റ്റ്യൻസ് കാണും. എംബഡഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഏതാ ഒരു ക്വസ്റ്റ്യൻ കാണും. ക്യൂബ്സ് ആൻഡ് ഡൈസിൽ നിന്ന് മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെ കാണാം. വെൻ ഡയഗ്രത്തിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ കാണാം. വേർഡ് അറേഞ്ച്മെൻറ്റ്സ് 2 ക്വസ്റ്റ്യൻ കാണാം. മിറർ വാട്ടർ ഇമേജ് മാക്സിമം 2. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ഏകദേശം 1 to 2 ക്വസ്റ്റ്യൻസ്. സീരീസ് നോൺ വെർബൽ ഏകദേശം 2 to 3 ക്വസ്റ്റ്യൻസ് കാണും. അനാലജി വെർബലും ഏതാ കണക്കിൻ്റെ ഇൻക്ലൂഡ് ആവുന്നതും കൂടെ ചേർത്ത് 2 to 3 കാണാം. ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് ടോട്ടൽ കൂട്ടി 25 കിട്ടണമെന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പം ചില ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ കൂട്ടി ചോദിക്കും. ഈ പറഞ്ഞ കോഡിംഗ്, ഡീകോഡിങ് ചിലപ്പോൾ 5-6 ക്വസ്റ്റ്യൻ വരെ പോവാം. പിന്നെ ഇത് മാത്രം ലീസ്റ്റായിട്ട് നിൽക്കും. എംബഡഡ് ഫിഗേഴ്സും ക്യൂബ്സ് ആൻഡ് ഡൈസും ചിലപ്പോൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് 3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. അതിൻ്റെ വേരിയബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് റീസണിങ്ങിനുള്ളത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, കുറച്ച് ടോപ്പിക്കും കൂടെ ഉണ്ട്. കലണ്ടർ ഇത്രയും പഠിച്ചാലേ നമുക്ക് പുറകിലോട്ട് നോക്കിയേ ഈ കോഡിംഗ്, ഡീകോഡിങ് പഠിക്കണം. റീസണിങ്ങിൽ പൊതുവേ ലോജിക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാമെന്നുള്ള സംഭവമേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ കുറച്ചൊന്ന് പഠിച്ചിട്ട് ചെയ്യാനുണ്ടെന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടെങ്കിൽ കോഡിംഗ്, ഡീകോഡിങ്, പിന്നെ ഏതാ ക്യൂബ്സ് ആൻഡ് ഡൈസ്, വേറെ ഏതാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. ഇത്രയും 2 കുറച്ചൊന്ന് പഠിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പഠിക്കാനുണ്ട്. എന്നിട്ട് ബാക്കി ചെയ്യണം. ബാക്കിയുള്ളതെല്ലാം വെറുതെ ക്വസ്റ്റ്യൻ കുറേ ചെയ്യുമ്പോൾ ലോജിക്ക് കിട്ടി തഴമ്പിച്ച് ചെയ്ത് വന്നാൽ മതി. ഇനിയും പറയാനുള്ളത് കലണ്ടർ കുറച്ചധികം പഠിക്കാനുണ്ട്. റീസണിങ്ങിൽ എന്തെങ്കിലും നന്നായിട്ട് പഠിക്കാനുണ്ടായത് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ലോജിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ലോജിക്കിന് വേറൊരു തിയറി ഉണ്ട്. പിന്നെ ഡയറക്ഷൻ ഏകദേശം ഇതിൽ നിന്നൊരു 1 to 2 ക്വസ്റ്റ്യൻസ് വരാം. കലണ്ടർ ഇപ്പം വരുന്നത് റെയറാണ് ക്വസ്റ്റ്യൻസ്, പക്ഷേ 1 ക്വസ്റ്റ്യൻ വരാം. ചിലപ്പം 2 വരും, അങ്ങനെ റെയറായിട്ടാണ്. പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 2 to 3 ക്വസ്റ്റ്യൻസ് വരാം. സീരീസും 2 to 3 ക്വസ്റ്റ്യൻസ് വരെ വരാം. പേപ്പർ കട്ട് ആൻഡ് ഫോൾഡ് 1 to 2 ക്വസ്റ്റ്യൻസ് വരാം. ബ്ലഡ് റിലേഷൻ 2 to 3 ക്വസ്റ്റ്യൻസ് വരാം. ബ്ലഡ് റിലേഷന് വെയിറ്റേജ് ഉണ്ട്, കലണ്ടറിന് വെയിറ്റേജ്, ഡയറക്ഷന് വെയിറ്റേജ് ഉണ്ട്, സീരീസിന് വെയിറ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ് കോഡിംഗ്, ഡീകോഡിങ്ങും പിന്നെ നമ്പർ സീരീസ് വരുന്ന അനാലജിക്കും നന്നായിട്ട് വെയിറ്റേജ് ഉള്ള ടൈംസ് ഉണ്ട്. ക്യൂബ്സ് ആൻഡ് ഡൈസ് എളുപ്പമാണ്, വെയിറ്റേജ് കൂടുതലാണെങ്കിലും ബാക്കിയുള്ള ടോപ്പിക്സ് ഞാനീ പറഞ്ഞ കോഡിംഗ്, ഡീകോഡിങ്, അനാലജി വെർബൽ, പിന്നെ ഏതാ പിന്നെ ബ്ലഡ് റിലേഷൻ, കലണ്ടർ, ഡയറക്ഷൻ, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾ കുറച്ച് പാടല്ല, ഉള്ളതിൽ പാടതാണ്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം SSC CGL റീസണിങ് ആണ്. ഇനിയും മെയിനായിട്ടുള്ള കണക്കിലോട്ട് വരാം. ഇപ്പോൾ കണക്കിലെ ടോപ്പിക്സ് നോക്കിയാൽ ആവറേജ്, ഓൾജിബ്ര അഡ്വാൻസ്ഡ് മാത്താണ്, ബോട്ട് ആൻഡ് സ്ട്രീം, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, ജോമെട്രി, അഡ്വാൻസ് മാത്ത്,
സ്പീഡ് ഓഫ് ട്രെയിൻ, പിന്നെ പാർട്ട്ണർഷിപ്പ്, നമ്പർ സിസ്റ്റം അഡ്വാൻസിൽ വരുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിസ്റ്റർ ആൻഡ് ഡെലിഗേഷൻ. അപ്പോൾ ഇത്രയും നോക്കുകയാണെങ്കിൽ ഇത് അഡ്വാൻസ്. ഈ എന്ന് എഴുതിയേക്കുന്നതെല്ലാം അഡ്വാൻസ് മാത്സ്. അതായത് ബാക്കി ജനറലായിട്ട് നമ്മൾ 10 വരെ പഠിച്ചേക്കുന്ന ഒരു അരിത്തമെറ്റിക് ടോപ്പിക്സ് എന്ന് പറയും. അതായത് പ്യുവർ ലോജിക്ക് വെച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ടാത്ത സാധനങ്ങളാണ്. ഈ അല്ലാത്ത ടോപ്പിക്സ് എല്ലാം അരിത്തമെറ്റിക് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതല്ലാതെ അഡ്വാൻസ് മാത്ത്, ഈ 2 സെക്ഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനുള്ളത്. അപ്പം ഓൾജിബ്ര, ജോമെട്രി, നമ്പർ സിസ്റ്റം, ഇനി അങ്ങോട്ട് 2 ടോപ്പിക്കും കൂടെ ഉണ്ട്. അത്രയും അഡ്വാൻസ് മാത്ത് ആയിരിക്കും. ട്രിഗണോമെട്രി പോലുള്ള കാര്യങ്ങളില്ല. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അധികം ഉപയോഗിക്കാത്തത് പക്ഷേ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പഠിക്കേണ്ട സാധനങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ അഡ്വാൻസ് മാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻസ് മാത്ത് ആയിരിക്കും. അത് കുറച്ചധികം പഠിച്ചു പോകേണ്ട സാധനം. കാരണം തിയറീസും ഫോർമുലാസൊക്കെ കാണാതെ പഠിക്കേണ്ട സെക്ഷനുണ്ട്. അഡ്വാൻസ് മാത്താണ്. പിള്ളേർ മെയിൻലി മാത്സിൽ കുറച്ചുകൂടെ ഡള്ളാവുന്നത് അഡ്വാൻസ് മാത്ത് വരുമ്പോഴാണ്. കാരണം പേര് തന്നെ അഡ്വാൻസ് തന്നെ ഉണ്ട്. ബാക്കിയുള്ളത് ജനറൽ ടോപ്പിക്സ് ആണ്. ജനറൽ മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സ് ആണ്. ആവറേജ് അതിൻ്റെ വെയിറ്റേജ് ഈ പറഞ്ഞ വിധം 1:2 ഉണ്ട്. അഡ്വാൻസ് മാത്ത് ജോമെട്രിക്ക് വെയിറ്റേജ് ഉണ്ട്. പിന്നെ SSCയുടെ ആ കഴിഞ്ഞ തവണത്തെ മെയിൻസ് 2023 മെയിൻസ് ട്രിഗണോമെട്രിന്നും ഓൾജിബ്രയിന്നും ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തെ. ചിലപ്പം വരാം, ഷിഫ്റ്റ് അനുസരിച്ച് മാറാം. മെയിൻസ് എക്സാം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രിലിംസിൻ്റെ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ മാത്സിൽ 20 ക്വസ്റ്റ്യൻ ചിലപ്പോൾ അഡ്വാൻസ് മാത്ത് ആയിരിക്കും. ചിലപ്പോൾ 5 ക്വസ്റ്റ്യനെ അരിത്തമെറ്റിക് ടോപ്പിക്സിൽ നിന്ന് കാണത്തുള്ളൂ. നമുക്കിത് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ എല്ലാം സെറ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസിന് വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. ജോമെട്രി വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, 2 ഇത് ഒറ്റ ടോപ്പിക്ക്, പക്ഷേ സ്പ്ലിറ്റ് ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇതിനും വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ്. പിന്നെ നോക്കി ടൈം ആൻഡ് വർക്ക്, മെൻസുറേഷൻ, ഇതും അഡ്വാൻസ് മാത്താണ് ഉള്ളതിൽ എളുപ്പം. ട്രിഗണോമെട്രി അഡ്വാൻസ് മാത്തിനെല്ലാം നല്ല വെയിറ്റേജ് ഉണ്ട്. പിന്നെ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഒന്നുമില്ല, ഒരു ടേബിൾ തരും, എന്നിട്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് കാണും, അത് ചെയ്തു പോകാമെന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ടേബിൾ തരാം, പൈ ചാർട്ട് തരാം. പിന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനും നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പേഴ്സൻറ്റേജും, ഇത് രണ്ടും മാത്സ് തുടങ്ങുമ്പോൾ പഠിക്കുന്ന 2 ടോപ്പിക്സാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ പേഴ്സൻറ്റേജും റേഷ്യോ ആൻഡ് പ്രപ്പോർഷനും പഠിച്ച് സെറ്റാക്കിയിട്ട് മാത്രമേ ബാക്കിയുള്ള നോക്കാവുള്ളൂ. ഇതാണ് എല്ലാത്തിൻ്റെയും ബേസിക്സ്. അത് കഴിഞ്ഞിട്ട് ടൈം ആൻഡ് വർക്ക് പഠിച്ചോളുക. എന്നിട്ട് കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പാർട്ട്ണർഷിപ്പ്, സ്പീഡ് ആൻഡ് ടൈം, ഈ ആവറേജ്, ബോട്ട് ആൻഡ് സ്ട്രീം, ഈ തന്നേക്കുന്ന എല്ലാം റേഷ്യോയുടെയും പേഴ്സൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ ചാപ്റ്റേഴ്സ്. അപ്പോൾ അത് സെറ്റാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ സെപ്പറേറ്റ് ഓൾജിബ്ര, ജോമെട്രി, അങ്ങനത്തെ നമ്പർ സിസ്റ്റം പോലുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്സും നിങ്ങൾക്ക് ഒപ്പം പഠിക്കാവുന്നതാണ്. ഇനി നോക്കി ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ബയോളജി കാണും. ടോപ്പിക്സ് നോക്കി ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇത്രയും ജനറൽ സയൻസ് ആയിരിക്കും. ജനറൽ സയൻസ്. ബാക്കിയുള്ളത് ജനറൽ സ്റ്റഡീസ്, ജോഗ്രഫി, എക്കോണമി, ഹിസ്റ്ററി, ഇന്ത്യൻ പോളിറ്റി, ഇത്രയും. അപ്പോൾ ഇതിൽ കറണ്ട് അഫയേഴ്സിന് വെയിറ്റേജ് ഇപ്പോൾ കൂടി വരുന്നതേ ഉള്ളൂ. നേരത്തെ SSCയിൽ കാരണം ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 2 to 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതും 1 ഇയർ പ്രയറായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ എക്കോണമിക്കും വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. പോളിറ്റിക്കും വെയിറ്റേജ് കൂടിയിട്ടില്ല, പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ട്. ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പം യഥാക്രമം ഹിസ്റ്ററിക്കും എക്കോണമിക്കും വെയിറ്റേജ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ വെയിറ്റേജ് ഈ 2 സബ്ജക്റ്റും സിലബസ് കുറവാണ്. എക്കോണമിയും ഇന്ത്യൻ പോളിറ്റിയും സിലബസ് കുറവാണ്, പക്ഷേ കുറേ പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. ഫാക്ച്വലായിട്ട് കുറേ പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ജനറൽ അവയർനെസ് പഠിക്കുന്നതെങ്കിൽ ആദ്യം ഇത് 2 പറ്റുവാണെങ്കിൽ പഠിച്ചു തീർന്നിട്ട് ഏതെങ്കിലും 2 സബ്ജക്റ്റ് എടുക്കുക, അത് ഒപ്പം പഠിച്ചു പോവുക. അപ്പോൾ ഇത് 2 പെട്ടെന്ന് പഠിച്ചു തീരാൻ പറ്റും. ഹിസ്റ്ററിയും ജോഗ്രഫിയും കുറച്ച് സിലബസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ ജനറൽ സയൻസ്, നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരാണെങ്കിൽ എക്സാമിന് പ്രയറായിട്ട് ഇതൊന്ന് വായിച്ച് ജസ്റ്റ് വിട്ടാൽ മതി. കാരണം നിങ്ങൾ ഓൾറെഡി +2 വരെ നോക്കിയ സാധനങ്ങൾ അത്രയും പോലും ഇല്ല, ഏകദേശം ആ നോക്കിയ സാധനങ്ങളായിരിക്കും. അതല്ലാത്തവർ ജനറൽ സയൻസിൽ ഏതെങ്കിലും, ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ ജനറൽ സയൻസിൽ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഈ ജനറൽ സ്റ്റഡീസ് ചെയ്യുന്നൊരു ടോപ്പിക് എടുത്ത് അങ്ങനെ 2 കൂടെ ഒരു ദിവസം 2 പഠിച്ച് അടുത്ത ദിവസം ആകുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ബയോളജിയും എക്കോണമിയും എടുക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം കെമിസ്ട്രിയും ജോഗ്രഫിയും, 3-ാം ദിവസം ഹിസ്റ്ററിയും ഫിസിക്സും, അങ്ങനെ അടുത്ത ദിവസം പിന്നെയും കറങ്ങി ബയോളജിയും എക്കോണമി, അങ്ങനെ പോയി നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാവുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സെഷൻ മടുക്കും. സയൻസ് അല്ലാത്തവർക്ക് ഈ സയൻസ് പഠിക്കുമ്പോൾ മടുക്കും. അതുകൊണ്ടാണ് വേറൊരു ജനറൽ സ്റ്റഡീസിൻ്റെ ടോപ്പിക് ഇടേണ്ടത്. ഇനി സയൻസ് ഉള്ളവർക്കോ സയൻസ് അല്ലാത്ത ടോപ്പിക്കും മടുക്കും. അതുകൊണ്ട് സയൻസിൻ്റെ ഒരു ടോപ്പിക്ക് നോക്കി വെക്കണം. 2നും വെയിറ്റേജ് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഇട്ടോണം. പ്ലാൻ സെറ്റ് ചെയ്ത് ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പ്ലാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പ്ലാൻ അപ്ഡേഷൻ വരുത്തി പഠിച്ച് പൊക്കോണം. ഓക്കെ അല്ലേ?
താങ്ക് യു.